മകനെ മടങ്ങി വരൂ എന്ന് പ്രജ്വൽ രേവണ്ണയെ വിളിക്കുകയാണ്. ഈ ദേവഗൗഡ വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ കുമാരസ്വാമി വിളിക്കുന്നു. പക്ഷേ രേവണ്ണ മടങ്ങി വരുന്നില്ല. കർണാടക രാഷ്ട്രീയം രേവണ്ണയുടെ ചുറ്റും കറങ്ങുക. മകനെ മടങ്ങി വരുന്നുണ്ടാവുന്നു. എടാ മര്യാദയ്ക്ക് തിരിച്ചു പാടേ മോനെന്നാവുന്നു. അല്ല എൻ്റെ സ്വഭാവമാവും. ദേവഗൗഡ പറഞ്ഞിരിക്കുന്നത്, ഇനി കുടുംബമായിട്ട് നീ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബമായിട്ടൊരു ബന്ധം, ഞങ്ങൾ അത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട്, നാട്ടുകാരെല്ലാം ഞങ്ങളെ തെറി വിളിക്കുകയാണ്. അല്ല ഇതിന്റെ പ്രശ്നമില്ല. ഇപ്പം കർണാടക പൊളിറ്റിക്സ് ഒന്നും പുതിയ കാര്യമൊന്നുമല്ല. ഇതിലൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ഒരു ബലം പ്രയോഗിക്കുന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളത്. പിന്നെ ഒരു മാനിയാക്കിന്റെ രീതിയിൽ ഇതൊക്കെ വീഡിയോ എടുത്തു വെച്ചു എന്നുള്ളതൊക്കെയാണ് അതിന്റെ പ്രശ്നം. അതിന്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. രാഷ്ട്രീയത്തിൽ കർണാടക രാഷ്ട്രീയത്തിൽ വലിയ കഥകളൊക്കെ ബാംഗ്ലൂർ പോയി കേൾക്കാൻ പറ്റും. അതല്ല ഇതിന്റെ. അപ്പം അതിന്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. അത് ഡിസോൺ ചെയ്ത് കൃത്യമായ നിലപാടെടുത്തില്ല. അതോട് കൂടിയിട്ട് ഡി ഫാമിലി തീരും. ഡി ഫാമിലി പറഞ്ഞാൽ ദേവഗൗഡ ഫാമിലി, കെ ഫാമിലി എന്നത് കരുണാകര ഫാമിലി. മനസ്സിലായോ? ഡി ഫാമിലി അതോടുകൂടി അങ്ങ് തീരും. ഡി കമ്പനി എന്നൊക്കെ പറയുന്നത് ഡി കമ്പനി, ഡി ഫാമിലി, ദേവഗൗഡ ഫാമിലി. അപ്പം ഡി ഫാമിലി തീരും. അപ്പൊ ഡി ഫാമിലി തീരണോ ഒരുത്തന്നെ ബലി കൊടുക്കണോ? ബലി കൊടുത്താൽ മതി. കാരണം ഈ രേവണ്ണനെ അതിന്റെ അർത്ഥത്തിൽ രേവണ്ണനെ കണ്ടും താല്പര്യം കുമാരസ്വാമിനെയാണ് ദേവഗൗഡയ്ക്ക്. അതുകൊണ്ടാണല്ലോ കുമാരസ്വാമിയാണ് മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ളത്. ദേവണ്ണയുടെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ രീതി മാറ്റി നിർത്തിയത്. അപ്പം ദേവഗൗഡ അതിൽ നിന്ന് കുടുംബത്തെയും പാർട്ടിയും കുടുംബം പാർട്ടി എന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടിയുള്ള പാർട്ടി, കുടുംബത്തിന് വേണ്ടിയുള്ള സമുദായ പാർട്ടി. അവിടെ രണ്ട് കമ്മ്യൂണിറ്റി ആണല്ലോ, ഒക്കലിംഗരും മറ്റേ ഈ രണ്ട് കമ്മ്യൂണിറ്റി, ലിംഗായത്ത്, വീരശൈവ, ഈ രണ്ട് കമ്മ്യൂണിറ്റിയാണ്. അപ്പം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ശക്തമായ സമ്മതം ഉണ്ടോ? ഇപ്പം ജീസസ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന പോലെ പാവം ചെയ്യാത്തവർ കല്ലറ കെട്ടുക. അതൊക്കെ അവിടെ കിടക്കും. ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് എല്ലാവരും ശുദ്ധന്മാരും ഇയാൾ മാത്രമേ പാവം ചെയ്തവനാവും. പിന്നെ ഈ പറയുന്നതിന് ഈ പറയുന്ന അധികാര ദൂപിനി അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വന്നുകൊണ്ട് ശരിക്കും ഒരു ക്രൈം തന്നെയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി കഷ്ടകാലത്തിന് അവരെ ഒപ്പം കൂട്ടുകയും ചെയ്തു. ബി ജെ പിയുടെ അത്യാഗ്രഹം 400 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇവരെ കാര്യം കൂടെ കൂട്ടുക ഈ പാർട്ടിന്. ചില പോക്കറ്റുകളിൽ അവർക്ക് എപ്പോഴും സ്വാധീനമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പൊ ബി ജെ പിയും കോൺഗ്രസും ഇവരെ കൂടെ കൂട്ടിയില്ല, ഒരു സുഖം സംഭവിക്കില്ല. 2 ഇലക്ഷൻ അവർ തോൽക്കും. തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല അവര്. ജനങ്ങൾക്ക് എന്തിനാണ് ഇവരെ കുടുംബത്തിൽ എനിക്കുന്നവനെല്ലാവരും മന്ത്രി, മുഖ്യമന്ത്രി ആവാനും ഇവരുടെ അനുയായികളായി പോകുന്നവരെല്ലാവരും അടികൊണ്ട് ചാവാൻ എന്തെന്ന് ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി. പണ്ടത്തെ കാലവും നല്ലത്. സത്യത്തിൽ കോൺഗ്രസും ഈ പറയുന്ന ബി ജെ പിയും തരാതരം പോലെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇവന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവരൊക്കെ വളരുന്നത്. വർഗീയ കക്ഷികൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് 2 ഇലക്ഷൻ നിങ്ങൾ സഖ്യം ഉണ്ടാക്കേണ്ടതാണ്. ഇവന്മാരെ സ്വയം നശിച്ചു. ഈ പൊളിറ്റിക്കൽ പവർ ഇല്ലാന്ന് തോന്നുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഇവരെ വിടും. ഇപ്പൊ ലീഗ് UDF ഇത്തവണ അധികാരത്തിൽ വന്നില്ല. ലീഗ് UDF തന്നെയാണ് നിൽക്കുന്നത്. ലീഗിന്റെ അനുയായികൾ പോയി CPM ചേരും. ലീഗ് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ലീഗ് അതുപോലുള്ള ഒരു പാർട്ടിയല്ല, എങ്കിൽ പോലും ലീഗ് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെയാണ് ഇതും. അത് ഈ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും വിചാരിച്ചാൽ മതി. എങ്ങനെയെങ്കിലും പാവമെന്ന് വിചാരിച്ച് നടക്കുന്നത്. എങ്ങനെയെങ്കിലും പാവമായിട്ട് കാര്യമില്ല. അപ്പൊ മോഡിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. മോഡിക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഉള്ളത് കൊണ്ടാണ് ഒറ്റയ്ക്ക്. അതല്ലെങ്കിൽ മോഡിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. മൻമോഹൻ സിംഗ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? വലിയ വിഷനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായില്ല. ഈ DMK കാരൻ വിട്ടുപോയാൽ തീർന്നു. DMK കാരൻ അഴിമതിയുടെ അപ്പോസലാണ്. പിണറായിക്ക് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? CPM-ന് ശക്തമായ ഹോൾഡ് ആ മുന്നണിയിലുണ്ട്. മറ്റേ UDF പോലല്ല. UDF-ല് ഈ പറയുന്ന കേരള കോൺഗ്രസോ ലീഗോ പാലം വലിച്ചെത്തുന്നത്. മറ്റേതല്ല, ഒറ്റ ഒരു പാലം വലിച്ചാൽ പോലും സ്വന്തമായിട്ട് സഹായത്തോടു കൂടി പിണറായി വിജയൻ ഭരിക്കും. CPM-ന്റെ വോട്ടുണ്ട്. CPI വലിച്ചാൽ പോലും പ്രശ്നമല്ല. മനസ്സിലായി? ആ രീതിയിലുള്ള പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വിഷയം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഇപ്പം ഉമ്മൻചാണ്ടി സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതാണ്. ആ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷെ എന്താണ് ഈ സരിത പോലുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടായ എന്തുകൊണ്ടാണ്? ഈ പറയുന്നത് പോലെ ഈ ഘടകകക്ഷികളുടെ സംഭവം, കടുംവെട്ട് എന്ന് സുധീരം വിളിച്ച സംഭവം മൊത്തം ഐ ഗ്രൂപ്പുകാരുണ്ടാക്കിയ കാര്യവും പിന്നെ ഈ പറഞ്ഞ ഘടകകക്ഷികൾ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട്. പിന്നെ കർണാടക പൊളിറ്റിക്സ് സംഭവിക്കുന്നത് വെച്ചാൽ കർണാടക പൊളിറ്റിക്സ് സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ് നല്ല വേരുള്ള ഒരു മണ്ണാണ്. മാത്രമല്ല ജാതി രാഷ്ട്രീയവും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഇപ്പൊ നമ്മൾ കാണുന്നത് വെച്ചാൽ പൊതുവെ 2 ദേശീയ പാർട്ടികളൊക്കെ രാഷ്ട്രീയം ചുരുങ്ങുന്നതാണ്. ബി ജെ പി ഈ പറയുന്ന സോഷ്യലിസ്റ്റുകളുടെ പിന്നാലെ കൂടി ജാതി രാഷ്ട്രീയത്തിന് സമവാക്യങ്ങൾ യെദ്യൂരപ്പ കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് കളിച്ച ഒരാളാണ്, സോഷ്യലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള.
അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരിപ്പോൾ ആ ജാതി രാഷ്ട്രീയത്തെ മറികടന്നുകൊണ്ടുള്ള വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ അവിടെ BJP പറ്റുന്നുണ്ട്. കോൺഗ്രസിന് മുമ്പേ ആ രീതിയിൽ അവിടെ പറ്റുന്നുണ്ട്. കോൺഗ്രസ് എസ്പെഷ്യലി ഇപ്പം മൈനോറിറ്റീസിന്റെ സോഷ്യലിസ്റ്റുകളുടെ കൂടെയുള്ള മൈനോറിറ്റീസ് ഇപ്പം എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിനോട് എസ്പെഷ്യലി മുസ്ലിം മൈനോറിറ്റി. അപ്പോൾ ഈ രണ്ട് ദേശീയ പാർട്ടികൾ അവിടെ ചിത്രത്തിൽ വരുന്നത് ദേശീയ രാഷ്ട്രീയത്തിന് റിഫ്ലക്ഷനായി കർണാടക മാറുകയാണ്. അപ്പോൾ ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ഈ പറഞ്ഞ പ്രാദേശിക പാർട്ടികൾ ഡെസിമേറ്റ് ചെയ്തില്ലാവുന്നൊരവസ്ഥയാണ്. ഇനി പ്രാദേശിക പാർട്ടികൾ അവിടെ ശക്തിപ്പെടണമെങ്കിൽ ഈ പറയുന്ന D. ശിവകുമാറിന് അധികാരം കൊടുക്കാതെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അധികാരം പിടിച്ചത് D. ശിവകുമാർ പാർട്ടി പുറത്താവും, അല്ലെങ്കിൽ മറ്റേയാൾ പുറത്താവും. അങ്ങനെ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാവും. അപ്പൊ D. ശിവകുമാറാണ് അയാൾ കില്ലാടിയാണ്. ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായി വരാൻ എന്തെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ സാധ്യതയുള്ള ഒരാളാണ് ശിവകുമാർ. അപ്പം അതല്ലാതെ അവിടെ ഇനി പ്രാദേശിക പാർട്ടിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചത്തുകൊണ്ടിരിക്കുന്ന പ്രാദേശിക പാർട്ടിയുടെ ഈ കോഫിനില് ഷോപ്പെട്ടിയിൽ അടിച്ച അവസാന താണിയാണ് ഈ ഇൻസിഡന്റ്. മൈസൂർ മേഖലയിലും അങ്ങനെയുള്ള ചില അത് ഞാൻ പറഞ്ഞത് ഈ വോട്ട് ബാങ്ക് ഒക്കെ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ മോഡി എങ്ങനെയാണ് ഈ BJP ഉണ്ടാക്കി അമിത്ഷാ ഗുജറാത്തില് പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ തോറ്റുപോയ രണ്ടാമതെത്തിയ ആളുകളെ പോയി ഇവർ കണ്ടു. അപ്പൊ അവർക്ക് ഓൾറെഡി ഒരു കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് ഉണ്ടാവുമല്ലോ. അതിന്റെ കൂടെ BJPന്റെ വോട്ട് ബാങ്ക് കൂടെ ആഡ് ചെയ്ത് ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ മോഡി വളരെ ഗ്രാസ്റൂട്ട് ലെവലിലാണ് അവിടെ BJPയെ ശക്തിപ്പെടുത്തിയത്. അപ്പം അങ്ങനെ അടുത്ത ഇലക്ഷൻ ഇവർ മത്സരിക്കുമ്പോൾ ഇവർ 1ാം സ്ഥാനത്തെത്തും, ഇവർ BJP ആവും. ഇങ്ങനെയാണ്. അപ്പൊ ആ രീതി BJP അതിന്റെ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ BJP ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ മഹാത്മാഗാന്ധിനെ കൊണ്ട് വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്ക് നടക്കണമെങ്കിൽ പോയപ്പോൾ 2 ആളുടെ സഹായം വേണ്ടിയിരുന്നു. പക്ഷെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഗാന്ധിജി തന്നെയാണ്. BJP നടക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ആരെങ്കിലും സഹായമൊക്കെ അവർ മേടിക്കും. പക്ഷെ പിന്നെ അവർ അവരുടേതായിട്ടുള്ള ശക്തമായ സ്വാധീനം ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഇവർ ഹിന്ദുത്വ എന്നുള്ള ഒരു ഐഡിയോളജി പതുക്കെ എന്ത് ചെയ്യും, ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം കർണാടകയിൽ ഓൾറെഡി നടന്നു. കർണാടക കഴിഞ്ഞ തവണ യെദ്യൂരപ്പ തോറ്റുപോകാൻ കാരണം എന്ന് വെച്ചാൽ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. ഭയങ്കര അഴിമതിയായിരുന്നു. പിന്നെ BL സന്തോഷിന്റെ ഗ്രൂപ്പും യെദ്യൂരപ്പന്റെ ഗ്രൂപ്പും തമ്മിലുള്ള അടി. അതുകൊണ്ടാണ് ഇവർ തോറ്റുപോയത്. അല്ലെങ്കിൽ BJP അവിടെ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഈ പറയുന്ന പ്രാദേശിക പാർട്ടികൾ ഓൾറെഡി അവിടെ ഡെസിമേറ്റ് ചെയ്യുകയാണ്. പിന്നെ അപ്പുറത്ത് കോൺഗ്രസ് ഉണ്ട്. കാരണം മുസ്ലിംസ് എൻ ബ്ലോക്ക് മുസ്ലിം പോപ്പുലേഷൻ പിന്നെ കേരളത്തിൽ അത്ര ശക്തമല്ലെങ്കിൽ പോലും തിരക്കില്ലാത്ത മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് അത്. പിന്നെ മുസ്ലിം പോപ്പുലേഷൻ, പിന്നെ ക്രിസ്ത്യൻസ്, പിന്നെ ഇതുപോലെ തന്നെ ഈ പറയുന്ന BJPയുടെ ആ സമയത്ത് കൂടെ നിൽക്കാത്ത ഹൈന്ദവ കമ്മ്യൂണിറ്റി മറ്റു വിഭാഗങ്ങൾ. എപ്പോഴും എവിടെയും ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷം ഉണ്ടാവില്ല എല്ലാത്തിനും. ഇവരും കൂടി ചേരുമ്പോൾ അവിടെ കോൺഗ്രസ് ശക്തമാണ്. ഈ 2 രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം മാറും. അപ്പം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ വിഷയങ്ങൾക്കെല്ലാം പുറത്ത് മോഡിക്ക് ഒരു 10-5% വരെ 5-10% വരെ വോട്ടുകൾ അവിടെ സിംഗ് ചെയ്യിക്കാൻ പറ്റും. അതിന് ഇമ്പാക്ട് ചിലപ്പം കുറയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കർണാടക ഒരു ടെസ്റ്റ് കേസാകാൻ പോവുകയാണ്. അതായത് 2 ദേശീയ കക്ഷികളിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം ചുരുങ്ങും. അതിന്റെ ഉള്ള ഒരു ടെസ്റ്റ് കേസ്. അത് ശരത്പവാറും പറഞ്ഞല്ലോ ഈ ഇലക്ഷന് ശേഷം ഈ കക്ഷികളെല്ലാം കോൺഗ്രസ് ജോയിൻ ചെയ്യും. അത് ഇപ്പോഴും അതുകൊണ്ട് ഈ ഇടക്കാലത്ത് വെച്ചിട്ട് പ്രാദേശിക കക്ഷികൾ ശക്തമായിരുന്നെങ്കിലും വീണ്ടും പഴയ ട്രെൻഡിലേക്ക് പോവുകയാണ്. അല്ല, അവിടെയാണ് ഒരു കെടുവി. ഈ പ്രാദേശിക കക്ഷികൾ കുടുംബ പാർട്ടികളായി മാറുന്നു. നമുക്കെന്താ ഭ്രാന്തുണ്ട് അങ്ങനെ കുടുംബത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി. മനസ്സിലാവും. അപ്പൂപ്പനൊക്കെ കൊണ്ട് സാധാരണ പങ്കെടുത്ത് നമ്മളൊക്കെ അപ്പൂപ്പൻ എന്റെ അപ്പൂപ്പൻ പങ്കെടുത്തിട്ടുണ്ട്, എന്റെ വലിയ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അത് വലിയ അർത്ഥം. അവരെ അപ്പൂപ്പനൊക്കെ കാലം സൂചിച്ച് ജയിലിൽ കിടന്നത്, അങ്ങനെ കഷ്ടപ്പെട്ടാണ് ജയിലിൽ കിടന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അവരെ അതേ ക്രെഡിബിലിറ്റി നമുക്കും ഉണ്ട്. നമുക്കെന്താ ഭ്രാന്തുണ്ട് അവർക്ക് വേണ്ടി തന്നെ. ദേശീയ പാർട്ടികളാകുമ്പോൾ അവർക്ക് കുറച്ച് ദേശീയ വിഷൻ ഉണ്ടാവും. അതെ, നേഷനാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അവർക്ക്, നാഷണലിസം എന്നുള്ള കോൺസെപ്റ്റ് അവർ വലിയേക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക പാർട്ടികളുടെ ഐഡന്റിറ്റി ആ കാലഘട്ടം കഴിഞ്ഞു. എപ്പോഴും പ്രാദേശിക പാർട്ടികൾ ശക്തിപ്പെട്ടെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ആ കാലഘട്ടത്തിന് ശേഷം പൊളിറ്റിക്സ് അമേരിക്കയിലും യൂറോപ്പിലേക്ക് 1-2 രാഷ്ട്രീയ പാർട്ടികളിലേക്ക് 2-3 രാഷ്ട്രീയം കൺസോളിഡേറ്റ് ചെയ്യപ്പെടും. ആ പ്രോസസ്സാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം 1 ഇന്ത്യ 1 ഇലക്ഷൻ കൂടി വരുന്നതോടുകൂടി അത് കംപ്ലീറ്റ് ആവും. കർണാടകയിൽ ഏതാണ്ട് ആ പ്രോസസ്സ് 80% നിൽക്കുകയായിരുന്നു. ഈ സംഭവത്തോടു കൂടി അത് ഏതാണ്ട് 95% എത്തിയിട്ടുണ്ട്. ഈ പ്രജ്വൽ രേവണ്ണ തിരിച്ചു വരുമോ ഇവരറിയാതെ അദ്ദേഹം പോകത്തില്ലല്ലോ. അതൊക്കെ ഉണ്ടോ? അതൊക്കെ അറിയൊക്കെ കുടുംബം തന്നെ അതൊക്കെ ഇത്രയും ഗ്രാവിറ്റി വിഷയത്തിനുണ്ടാവും. മോഡി രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മോഡി അങ്ങനെയുള്ള എല്ലാ കേസൊന്നും എടുക്കില്ലല്ലോ. മോഡിയുടെ ഇമേജ് കളയുന്ന കേസൊന്നും മോഡി എടുക്കില്ലല്ലോ. അവിടെയാണ് മോഡിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവാണെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യും. മോഡി അങ്ങേരുടെ ഇമേജ് ഡാമേജ് ചെയ്യുന്ന, BJPയുടെ ഇമേജ് ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യത്തെ അങ്ങനെ കിട്ടില്ല. നിങ്ങൾ അഴിമതി ആരോപണം ഉണ്ട്, അതെങ്ങനെ ചെയ്യണം. പക്ഷെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് മോഡിയുടെ സ്വഭാവം. മോഡി മാത്രമല്ല, പിണറായി അങ്ങനെ തന്നെ. ഇവരൊക്കെ തന്നെ ഇത്തരം കേസുകളൊന്നും വന്നു കഴിഞ്ഞാൽ അവരുടെ ഇമേജിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം അവർ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊരു നല്ല ലക്ഷണമാണ് കർണാടകയിൽ. 2 ദേശീയ പാർട്ടികൾ തന്നെ നമുക്ക് വേണ്ടത്. ഈ പ്രാദേശിക പാർട്ടികൾ എന്ന് വെച്ചാൽ അവർ കുടുംബ പാർട്ടികളാണ്. അപ്പോൾ കോൺഗ്രസ് കുടുംബ പാർട്ടി അല്ലെന്ന് നിങ്ങൾ ചോദിക്കും. കോൺഗ്രസ് കുടുംബ പാർട്ടി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
നെഹ്റു കുടുംബത്തെ പണ്ടത്തെ ഇൻഫ്ലുവൻസ് ഒന്നും ഇപ്പം ഇല്ല. ഉം. ഇനി ഉള്ളതും കൂടി ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി പോയി കിട്ടും. ഉം. ഇനി ഒരു കോൺഗ്രസ് വരികയാണ് അംബാസഡർ കാവ് പുതിയ ഫോമിൽ വരുന്ന പോലെ. ഉം. പഴയ അംബാസഡർ നമുക്ക് അറിയാം, അത് നമുക്ക് ഇഷ്ടമില്ല. ഉം. പക്ഷെ നമുക്ക് അംബാസഡർ ഇഷ്ടമാണ്. ഉം. അപ്പൊ അംബാസഡർ ഒരു ഏതാണ്ട് എന്താണ് ഒരു ഫോക്സ് വാഗൺ വെൻഡോയുടെ ആ രീതിയിലൊക്കെ ഒരു അംബാസഡർ വന്നു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കാൻ പോകും. അതായത് കോൺഗ്രസിന് മുന്നിലുള്ള ഭാവിയും അത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.